അടച്ചുപൂട്ടി. യുദ്ധസമയത്ത് കേന്ദ്ര സർക്കാരിനും രാജ്യത്തിനുമെതിരെ നിരന്തരം വിമർശനവും വിരുദ്ധ വാർത്തകളും നൽകുന്ന മാധ്യമങ്ങൾക്ക് ഒന്നൊന്നായി പൂട്ടുവീഴുന്നു. ദ വയർ കേന്ദ്ര സർക്കാരിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ടിറക്കിയ വാർത്തകൾ പ്രോട്ടോകോൾ പാലിക്കാത്തതും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയുമായിരുന്നു. റിപ്പോർട്ടിലേക്ക്. ദി വയർ എന്ന ഓൺലൈൻ പത്രത്തിന്റെയും മറ്റ് അനുബന്ധമായിട്ടുള്ള അതിന്റെ പ്രസിദ്ധീകരണങ്ങളുടെയും സംപ്രേഷണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. യുദ്ധ സമയത്ത് സർക്കാർ നിരവധി മാനദണ്ഡങ്ങൾ മാധ്യമങ്ങൾക്ക് പുറത്തിറക്കിയിരുന്നു. ഇത് ലംഘിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കുമെതിരെ നടപടിയെടുക്കും എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. മുമ്പ് BBC-ക്കെതിരെ സർക്കാർ നോട്ടീസ് കൊടുത്തിരുന്നു. BBC സമാനമായ രീതിയിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നു. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ നിരവധി മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിരവധി യൂട്യൂബ് ചാനലുകൾ പൂട്ടിയിരുന്നു. അതിനെ തുടർന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രാലയം നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത, മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മാധ്യമങ്ങൾക്കും ചാനലുകൾക്കുമെതിരെ നടപടി ഉണ്ടാകും എന്ന് വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാലിക്കേണ്ട നടപടിക്രമങ്ങളും മര്യാദകളും കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രധാനമായിട്ടും രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ശത്രുക്കളുടെ അടുത്ത് നിന്ന് രാജ്യത്തിന് പുറത്തുനിന്ന് വരുമ്പോൾ രാജ്യത്തിനകത്ത് നിന്ന് അവരെ സഹായിക്കുന്ന പ്രവണത ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകളെയും ക്കെതിരെയും നടപടിയെടുക്കുമെന്ന് മാത്രമല്ല, ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സോഷ്യൽ മീഡിയ ചാനലുകളും അതുപോലെ തന്നെ യൂട്യൂബ്, മറ്റ് ഡിജിറ്റൽ മീഡിയകളും മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്ക്, BBC ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ നടപടി സർക്കാർ സ്വീകരിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ദി വയറിനെതിരെ നടപടി വന്നിരിക്കുന്നത്. ദി വയർ എക്കാലത്തും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഒരു മാധ്യമമാണ്. സർക്കാർ വിരുദ്ധ ചേരിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ഇത്തരം സർക്കാർ വിരുദ്ധ ചേരിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ യുദ്ധസമയത്തെ വിശകലനങ്ങളും വിലയിരുത്തലുകളും സർക്കാർ വീക്ഷിച്ചത്. ഈ സമയത്തും ഇന്ത്യ സർക്കാർ നടത്തിയ നിർണായകമായിട്ടുള്ള നീക്കത്തിനെതിരായിട്ടും അതുപോലെ തന്നെ രാജ്യത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയും ആവേശവും ചോരുന്ന രീതിയിലുമുള്ള സർക്കാർ വിരുദ്ധ പ്രചരണം നടത്തുകയായിരുന്നു. യുദ്ധസമയത്ത് ഒരു സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നു, പാകിസ്ഥാനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഈ നീക്കങ്ങൾ പ്രതിപക്ഷമടക്കം കേന്ദ്ര സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾ ഈ സമയത്തും സർക്കാർ വിരുദ്ധതയും മറ്റും പുലർത്തിയത്. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ അതിനെ വിമർശിക്കുമ്പോൾ അത് രാജ്യത്തിനെതിരായിട്ടുള്ള വിമർശനമായിട്ട് മാറുകയാണ്. ഇങ്ങനെ ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരം മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വയറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വയറിന്റെ അധികാരികൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തങ്ങൾ ഇപ്പോൾ പ്രവർത്തനം നിർത്തിവെക്കുന്നത് എന്നും അത് ഇപ്രകാരമാണ് പറയുന്നത്: പ്രിയ വായനക്കാരെ, ഭരണഘടന ഉറപ്പു നൽകുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വ്യക്തമായ ലംഘനം ഇന്ത്യയിൽ ഉടനീളം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദി വയർ പ്രസിദ്ധീകരിക്കുവാൻ അതിന്റെ പ്രവർത്തനം ഇന്ത്യ സർക്കാർ തടഞ്ഞിരിക്കുന്നു. 2000-ലെ IT ആക്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ദി വയറിന്റെ പ്രവർത്തനം തടഞ്ഞതായി സേവന ദാതാക്കൾ, ഇന്റർനെറ്റ് സേവന ദാതാക്കളും മറ്റും അറിയിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്വതന്ത്ര വാർത്താവിനിമയ ആശയമാണ് ദി വയർ എന്നാണ് ഇവരെ ഇപ്പോൾ ആ നോട്ടീസിൽ അല്ലെങ്കിൽ അറിയിപ്പിൽ പറയുന്നത്. സത്യസന്ധവും നീതിയുക്തവുമായ ശബ്ദങ്ങളായിരുന്നു തങ്ങളുടെ വാർത്തകളെന്നും നോട്ടീസിൽ ദി വയർ പറയുന്നു. നിർണായകമായിട്ടുള്ള ഈ സമയത്ത് നഗ്നമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് ഈ സെൻസർഷിപ്പിലൂടെ ഞങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും അവർ നോട്ടീസിൽ പറയുന്നു. ഈ ഏകപക്ഷീയവും നിലനിൽക്കാത്തതുമായിട്ടുള്ള ഈ വെല്ലുവിളിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എതിർ നടപടികളും നിയമ നടപടികളും സ്വീകരിക്കുമെന്നും ദി വയർ വായനക്കാരെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ സമയത്തും എല്ലാവരും ഞങ്ങൾക്കൊപ്പം ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും ഇറക്കിയ നോട്ടീസിൽ വയർ പറയുകയാണ്. എല്ലാ വായനക്കാർക്കും സത്യവും കൃത്യവും ആയിട്ടുള്ള വാർത്തകൾ നൽകുന്നതിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുകയില്ല എന്ന് സത്യമേവ ജയതേ എന്നുള്ള അടിക്കുറിപ്പിലാണ് ദി വയറിന്റെ ഔദ്യോഗികമായിട്ടുള്ള നോട്ടീസ് പറയുന്നത്. ഇനി എങ്ങനെയാണ് വയറിന്റെ പ്രവർത്തനം നടത്തുക എന്ന് അറിയത്തില്ല. തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയില്ല എന്നും വാർത്തകൾ ഞങ്ങൾ ഇനിയും ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോഴും അവരുടെ നിലവിലുള്ള പ്ലാറ്റ്ഫോമുകളും നിലവിലുള്ള പേരിലുള്ള വാർത്താ സംവിധാനവും സർക്കാർ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് രാജ്യത്തെ എല്ലാ മാധ്യമങ്ങൾക്കും ഉള്ള ചാനലുകൾക്കുമുള്ള മുന്നറിയിപ്പാണ്. മുമ്പ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് പോലെയല്ല ഇപ്പോഴത്തെ ഒരു വിമർശനം. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനെതിരെ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ
ആ നടപടിയെ വിമർശിക്കുമ്പോൾ അത് രാജ്യത്തിനെതിരായിട്ടുള്ള നീക്കമാണ്. രാജ്യത്തിന് പുറത്തുനിന്ന് ആക്രമണം നടത്തുന്നതിന് തുല്യമായിട്ട് തന്നെ ഇന്ത്യൻ സൈന്യം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയങ്ങൾക്കും എതിരായിട്ട് നിലവിൽ നടത്തുന്ന രാജ്യത്തിന് ഉള്ളിൽ നിന്ന് നടത്തുന്ന പ്രവർത്തനവും വിമർശനവും അത് പാകിസ്ഥാനെ സഹായിക്കും. ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളെ സഹായിക്കുകയും അവർക്ക് വേണ്ടത്ര പിന്തുണ ഇന്ത്യക്കകത്തു നിന്ന് സംഘടിപ്പിച്ച് കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഇത്തരം ശക്തികൾ. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾ സർക്കാർ വിരുദ്ധതയ്ക്ക് അപ്പുറവും പോയി സർക്കാരിന്റെ ഇപ്പോഴത്തെ വിദേശ നയങ്ങളെയും സൈന്യത്തിന്റെ നടപടിക്രമങ്ങളെയും ഒക്കെ വിമർശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സൈന്യം എടുക്കുന്ന യുദ്ധതന്ത്രങ്ങൾക്കും സൈനിക നടപടികൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. സർക്കാരിന്റെ കാര്യങ്ങൾ ഈ യുദ്ധ സമയത്ത് വിമർശിക്കുമ്പോൾ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്തിന്റെ എതിരായിട്ടുള്ള ശക്തികളെ അനുകൂലിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സെൻസർഷിപ്പ് തുടർന്ന് ഇത് ആദ്യമായിട്ടല്ല, മുൻകാല യുദ്ധങ്ങളിലും ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ടും മുമ്പ് നടത്തിയ യുദ്ധത്തിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം മുഴുവൻ ഇല്ലാതാക്കിയിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് രാജ്യത്തിനുള്ളിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു. മാധ്യമങ്ങൾക്ക് ശക്തമായിട്ടുള്ള സെൻസർഷിപ്പ് അന്ന് ഏർപ്പെടുത്തിയിരുന്നു. നിയമപ്രകാരം തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റ് മാധ്യമങ്ങൾക്ക് മുകളിൽ ശക്തമായിട്ടുള്ള സെൻസർഷിപ്പ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇത് അനുസരിക്കാതെയും അംഗീകരിക്കാതെയും പോകുന്ന മാധ്യമങ്ങൾക്കെതിരെ അടച്ചുപൂട്ടൽ ഉണ്ടാകും, ഷട്ടറിട്ട് പൂട്ടും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ദി വയർ ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. ഇതിനിടെ ദി വയർ പൂട്ടിയത് വയറ്റത്തടിച്ചു എന്നുള്ള നിലപാടിലാണ് ചില ആളുകളുടെ പ്രതികരണം. ഇത് വലിയ സ്വാതന്ത്ര്യ ലംഘനമാണ് എന്നുള്ള രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ശരിയാണ്, യുദ്ധസമയത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നതിലും ചില പ്രോട്ടോക്കോളുകളുണ്ട്. ആ പ്രോട്ടോക്കോളുകൾ പാലിക്കാത്തത് കൊണ്ടാണ് ഇത്തരം നടപടികൾ. തങ്ങളുടെ വയറ്റത്തടിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പോൾ അർബൻ നക്സലുകൾ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം ആളുകൾക്ക് അധികം നാൾ ഇത്തരം ശബ്ദങ്ങൾക്ക് ആയുസ് ഉണ്ടാവുകയില്ല എന്നുറപ്പാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൽഹിയിൽ ഇന്ന് മലയാളി മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധത്തെ, തിരിച്ചടിയെ വിമർശിച്ചു. അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പാകിസ്ഥാന് സൈന്യത്തിനും പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തകർക്കും അനുകൂലമായ രീതിയിൽ നിലകൊണ്ടതുമാണ് മലയാളി മാധ്യമ പ്രവർത്തകനെ തൂക്കിയെടുത്ത് ഇന്ന് അകത്തിടാനുള്ള കാരണം. നിശബ്ദമാകും ഇത്തരം ശബ്ദങ്ങൾ, അധികം ആയുസ് ഉണ്ടാവുകയില്ല എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പായിരുന്നു അത്. അതുപോലെ തന്നെ ദി വയർ നിരോധിച്ചപ്പോൾ പലരുടെയും വയറ്റത്തടിച്ചു നിലവിളിക്കുന്നു. അങ്ങനെയുള്ള നിലവിളി ശബ്ദങ്ങൾ അധിക നാൾ നിലനിൽക്കില്ല. കാരണം രാജ്യം വ്യക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് ഒരു നിലനിൽക്കുവാൻ വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കുവാൻ വേണ്ടിയിട്ടും ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടും നടത്തുന്ന ഈ വലിയ പോരാട്ടങ്ങൾക്ക് പിന്നിൽ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നിച്ച് അണിനിരത്തുന്ന വലിയ ദൗത്യം ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷവും ഭരണകക്ഷവും അതുപോലെ തന്നെ ഗവൺമെന്റും എല്ലാം ചേർന്ന് സ്വീകരിക്കുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുന്ന ശക്തികളെ അടിച്ചമർത്തുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.